ഹലോ ഓൾ. നമ്മൾ ബി.എൻ.എസിന്റെ എല്ലാ പോർഷനും കഴിഞ്ഞിരുന്നു. പക്ഷെ 2 പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മൊമെന്റ്സിന്റെ പ്രോബ്ലംസ് ആണ്. 2 പ്രോബ്ലം ആണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസിലും ഒന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലും. ആക്ച്വലി മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന് 4 മൊമെന്റ്സ് ആണുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് മീൻ, രണ്ടാമത്തേന്ന് പറയുന്നത് വേരിയൻസ്, തേർഡ് വൺ ഇസ് സ്ക്വീനസ് ആൻഡ് ഫോർത്ത് വൺ ഇസ് കർട്ടിസിസ്. അപ്പോൾ അങ്ങനെ 4 എണ്ണം കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്നതാണ് മൊമെന്റ്സിൽ വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിനാണെങ്കിലും 4 മൊമെന്റ്സ് ഉണ്ട്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും 4 മൊമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ഇൻഡിവിജ്വൽ സീരീസിന്റെ 4 ഇക്വേഷൻ കാണാം. അപ്പൊ ആ വര കാണുന്ന അതിനെ പറയുന്നത് മ്യൂ എന്നാണ് കേട്ടോ, മ്യൂ. അപ്പൊ മ്യൂ 1, മ്യൂ 2, മ്യൂ 3, മ്യൂ 4 അതാണ് 4 മൊമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഫസ്റ്റ് പ്രോബ്ലം എടുക്കാം. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന അത്രേ ഉള്ളൂ. ഫൈൻഡ് ദ ഫസ്റ്റ് 4 സെൻട്രൽ മൊമെന്റ്സ് ഫോർ ദ വാല്യൂസ് ഗിവൺ ബിലോ 8, 10, 12, 7, 18. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 5 വാല്യൂസ്. അപ്പൊ ഇതിന്റെ 4 മൊമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മ്യൂ 1ഉം മ്യൂ 2, മ്യൂ 3, മ്യൂ 4ഉം കണ്ടുപിടിക്കണം. ഫോർമുല നമ്മൾ പഠിക്കണം. ഫോർമുല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. എക്സ് മൈനസ് എക്സ് ബാർ ആണ് ഫസ്റ്റത്തെ മ്യൂ 1, രണ്ടാമത്തത് സ്ക്വയർ ആയി, മൂന്നാമത്തത് ക്യൂബായി, നാലാമത്തെന്ന് പറയുമ്പോൾ റേസ് ടു 4. ഇത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് നമുക്ക് അറിയാം. എക്സ് 8, 10, 12, 7, 18 5 അപ്പൊ അത് 5ഉം കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാർ കിട്ടി. ദാറ്റ് ഇസ് 11 കിട്ടി. ഇനി ഓരോന്നിന്റെയും 8ന്റെയും 10ന്റെയും 12ന്റെയും 7ന്റെയും 18ന്റെയും ഈ 5 നമ്പേഴ്സിന്റെയും 5 എക്സിന്റെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 4 സെൻട്രൽ മൊമെന്റ്സ്, 4ന്റെയും സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം മ്യൂ 1ന്റെ ഫോർമുല, രണ്ടാമത്തെ മ്യൂ 2, മ്യൂ 3, മ്യൂ 4. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ, 8 മൈനസ് എക്സ് ബാർ എത്രയാണ്? 11. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -3 കിട്ടും. ഇത് കിട്ടിയതാണ് കേട്ടോ പറയുന്നത്. എക്സ് എത്രയാണ്? 8 ആണ്. എക്സ് ബാർ എത്രയാണ്? 11 ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് -3. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത മൊമെന്റ് കണ്ടുപിടിക്കണം. അതിന്റെ ഫോർമുല ഇതാണ്. അപ്പൊ എല്ലാം ഡിവൈഡ് ബൈ n ആണ്. അപ്പൊ നമുക്ക് അത് അവസാനം ചെയ്താൽ മതി. അടുത്ത് നമുക്ക് നോക്കാം. സിഗ്മ വേണ്ട, ഇത്ര മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. ടോട്ടൽ ചെയ്യുമ്പോഴേ സിഗ്മ ആവശ്യമുള്ളൂ. അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു 2 അല്ലെങ്കിൽ സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 8 ആണ്. -11. 11 എന്ന് പറയുമ്പോൾ -3 തന്നെയാണ് അവിടെ വരുന്നത്. അതിന്റെ സ്ക്വയർ കാണാം. 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. -3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ +9 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത് എക്സ് മൈനസ് എക്സ് ബാർ, അതിൽ ചേഞ്ച് ഒന്നുമില്ല, -3 തന്നെയാണ്. പക്ഷെ അതിന്റെ എന്താ കാണേണ്ടത്? ക്യൂബ് ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്. സോ -3 ഇൻറ്റു -3 നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. 9 ഇൻറ്റു -3 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -27 ആണ് കിട്ടുന്നത്. സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് എന്താണ്? ഈ -3 ഇതിന്റെ 4 ടൈംസ് കാണണം. സോ നമ്മൾ -3 ഇൻറ്റു -3 9, 9 ഇൻറ്റു -3 -27, -27 ഇൻറ്റു -3 81 ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ ഓരോന്നിന്റെയും നമ്മൾ കാണണം. കണ്ടതിന് ശേഷം ഓരോ കോളത്തിന്റെയും ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ അത് അപ്ലൈ ചെയ്യാണ്. നമുക്കിനി അതിനെ ടോട്ടൽ ചെയ്ത് കാണണം. ഡിവൈഡ് ബൈ n നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. മ്യൂ 1 ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ n. ദാറ്റ് ഈസ് ഇവിടെ എന്താണ്? 0 ആണ്. അപ്പൊ 0 ഡിവൈഡ് ബൈ എന്ത് ചെയ്താലും 0 കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഫസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി മ്യൂ 2 സ്ക്വയർ അല്ല കേട്ടോ, 2. മ്യൂ 2 ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ n. അപ്പൊ അതിന്റെ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് സിഗ്മ എന്ന് പറയുമ്പോൾ ഹോൾ ടോട്ടൽ ആണ്. ദാറ്റ് ഈസ് 76 ഡിവൈഡ് ബൈ n. എത്ര എണ്ണം ഉണ്ട്? 5. Then we'll be getting 15.2. അടുത്ത കോളത്തിന്റെ ടോട്ടൽ 252 ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വേരിയബിൾസ് 5, that 50.4 കിട്ടി.
അടുത്തത് mu4ന്റെ ഇതേപോലെ തന്നെ അതിന്റെ ടോട്ടൽ 2740 ആണ്. ഡിവൈഡ് ബൈ 548 നമുക്ക് ടോട്ടൽ കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സും മെഷർ ഓഫ് കെർട്ടിസിസും കാണാനാണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിന്റെ നമ്മൾ പിയർ എടുത്തപ്പോൾ അതിന്റെ ഫോർമുല നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. ദിസ് ഇസ് എ ഫോർമുല mu3 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് mu സ്ക്വയർ റേസ് ടു 3. mu3 എന്ന് പറഞ്ഞത് ഇവിടെ നോക്കാം. mu3 എത്രയാണ്? 50.4 ആണ്. ഇനി അടുത്തത് mu2 എത്രയാ? 15.2. അതിന്റെ എത്ര ടൈംസ് ആണ്? 3 ടൈംസ്. അത് എന്തിന്റെ ഉള്ളിലാണ്? സ്ക്വയറിന്റെ ഉള്ളിലാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ദെൻ കെർട്ടിസിന്റെ ഫോർമുല എന്ന് പറഞ്ഞത് ഇതാണ്. mu4 ഡിവൈഡഡ് ബൈ mu2 ഹോൾ സ്ക്വയർ. അപ്പോൾ mu4 എന്ന് പറഞ്ഞത് 548 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. mu2 15.2 ആണ്. അതിന്റെ 2 ടൈംസ് ചെയ്യുക, അതായത് സ്ക്വയർ ചെയ്യുക. ഈ ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. സെയിം ഇതേപോലെ തന്നെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെയും ഫോർമുല വരുന്ന ഒറ്റ വ്യത്യാസമുള്ളൂ. There will be a frequency provided and it will be in a class. നോക്കിയേ, ഇതിൽ ക്ലാസ് തന്നിരിക്കുന്നത് 0.2, 2.4. അതായത് എക്സ് നമുക്ക് തന്നിട്ടില്ല. എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ക്ലാസിന്റെ മിഡ് വാല്യൂ ആയിരിക്കും എന്ത്? എക്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ചെയ്യുന്ന പോലെ. നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? എഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മളിവിടെ ഈ രണ്ട് ഫോർമുല നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യണം. ബട്ട് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ എഫ്. നമ്മൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ 0.2 ഫസ്റ്റ് കോളം നോക്കുക. 0.2 മിഡ് വാല്യൂ 0 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 1. ഇനി എഫ് എന്ന് പറയുന്നത് 2 ആണ്. എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2. ഇനി എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ട് എഫ് എക്സിന്റെ ടോട്ടൽ 42 ഡിവൈഡഡ് ബൈ എൻ നമ്പർ ഓഫ് ഫ്രീക്വൻസി. നേരത്തെ ഇൻഡിവിജ്വൽ സീരീസ് ആയതുകൊണ്ട് എത്ര കൗണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഫ്രീക്വൻസി തന്നിരിക്കുന്നതുകൊണ്ട് ആ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുക്കുക. 2 + 3 + 3 + 1 + 1. ഇത് യൂഷ്വലി നമ്മൾ മീൻ കാണുമ്പോൾ ചെയ്യുന്ന അതേ കാര്യമാണ്. അപ്പം അത് തന്നെ ചെയ്താൽ മതി. 42 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 4.2 നമുക്ക് കിട്ടി. ഇനി എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് എത്രയാണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് എത്രയാ? 1. 1 മൈനസ് എക്സ് ബാർ. 1 മൈനസ് 4.2 എത്ര കിട്ടും? -3.2 കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയും ചെയ്യാന്നുള്ളതാണ്. അത് എല്ലാ സീരീസിനെയും നമ്മൾ ചെയ്തു വയ്ക്കണം. ഇനി നേരത്തെ നമ്മൾ ഇവിടെ ഡയറക്റ്റ് എക്സ് തന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടെ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ എഫ് എക്സ് എടുത്ത് ചെയ്തത്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കണ്ട പോലെ ഇവിടെ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ, ഇങ്ങനെ ഓരോന്നും കാണണം. അപ്പോൾ അടുത്തെടുക്കുക. എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു എഫ്. എഫ് എത്രയാ? 2 ആണ്. എക്സ് മൈനസ് എക്സ് ബാർ എത്ര കണ്ടുവച്ചിട്ടുണ്ട്? -3.2 നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. സോ 2 ഇൻറ്റു -3.2 ദാറ്റ് ഈസ് -6.4. അടുത്തത് എന്താണ്? ഈ 6.4ന്റെ സ്ക്വയർ. നോക്കിയേ, സ്ക്വയർ കാണാം. ആ സ്ക്വയറിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് ക്യൂബ് കാണുമ്പോൾ എങ്ങനെയാ? എക്സ് മൈനസ് എക്സ് ബാർ. അതിന് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ്? -3.2 ആണ്. അപ്പോൾ നേരത്തെ ഇവിടെ -3.2ന്റെ സ്ക്വയർ കണ്ടു, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് -3.2ന്റെ ക്യൂബ് കാണുന്നു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് എടുക്കുന്നു. എക്സ് മൈനസ് എക്സ് ബാർ എത്രയാ? -3.2. അതിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട്, ഈ ഫ്രീക്വൻസിയുടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിമ്പിൾ നോക്കുക. നമുക്ക് സിമ്പിൾ വരുന്നത് സ്ക്വയർ ആവുമ്പോൾ, അതായത് ഈവൻ നമ്പേഴ്സ് ആവുമ്പോൾ പോസിറ്റീവ് ഫിഗറിലാണ് വരിക. ഓഡ് നമ്പേഴ്സ് ആവുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഇഫ് വൺ വേരിയബിൾ അല്ല, ഇഫ് ദ വേരിയബിൾ ഇസ് നെഗറ്റീവ്. ഇവിടെ നോക്കുക, -3.2 ആണ്. അപ്പോൾ -3.2 എന്ന് പറയുന്നത് മൈനസ് ചിഹ്നമാണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവും, ക്യൂബ് എന്ന് പറയുമ്പോൾ മൈനസ് ആവും. 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോ സീരീസിനെയും കാണാം. ഇവിടെ നോക്കിയാൽ 2ഉം 4ഉം ആണ് സീരീസ് ക്ലാസ് വരുന്നത്. അപ്പോൾ അതിന്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ എക്സ് കിട്ടി. എഫ് എന്ന് പറഞ്ഞാൽ 3 ആണ്, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എഫ് എക്സ് എന്ന് പറഞ്ഞത് 9 ആണ്. എഫ് എക്സ് നമ്മൾ കാണുന്നത് എന്തിനാണ്? എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് എത്രയാ വന്നിരിക്കുന്നത്? 3 ആണ് വന്നിരിക്കുന്നത്. 3 മൈനസ് 4.2. 3 മൈനസ് 4.2 എത്ര കിട്ടും? -1.2. ഇനി അടുത്ത ചെയ്യുമ്പോൾ -1.2 ഇൻറ്റു എഫ് ദാറ്റ് ഈസ് 3. അടുത്തത് ഇത് കാണാനായിട്ട് -1 പോയിന്റിന്റെ സ്ക്വയർ കാണാം.
ഇൻറ്റു 3 ചെയ്യുക. അടുത്ത ക്യൂബ് കാണുക ഇൻറ്റു 3 ചെയ്യുക. അടുത്തത് 4 ടൈംസ് കാണുക ഇൻറ്റു 3 ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഇനി ദെൻ നമ്മൾ അതിനെ ഫോർമുല നേരത്തെ ചെയ്ത പോലെ എല്ലാത്തിനെയും ടോട്ടൽ കണ്ടുപിടിക്കുക. ദെൻ ആ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യുക. ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ്. നമ്മൾ ഫോർമുലയ്ക്ക് ചെയ്യുമ്പോൾ എന്നിനാണ് ഒരു ചേഞ്ച്. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്. വിച്ച് മീൻസ് നമ്മൾ എന്തെടുക്കണം, എത്ര ഫ്രീക്വൻസി വന്നു അതിന്റെ ടോട്ടലാണ് എടുക്കേണ്ടത്. നേരത്തെ നമ്മൾ എത്ര കൗണ്ടബിൾ ആണ്, എത്ര എണ്ണം എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല, ടോട്ടൽ എത്ര ഫിഗർ വന്നു എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ചെയ്തു. സ്ക്വീനസിന്റെയും അതേപോലെ തന്നെ കർട്ടസസിന്റെയും ഫോർമുല നേരത്തെ തന്ന ഫോർമുല തന്നെയാണ്. ഇക്വേഷൻ സെയിം ആണ്. അത് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും.